ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ, പിന്നെ സവോള. നമ്മൾ ഈ സവോളയും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് അങ്ങിട്ട് കൊടുത്ത് പൊട്ടിക്കുക. ചടപടേന്ന് പൊട്ടുന്ന കണ്ടോ? പൊട്ടിയ ശേഷം നമുക്ക് ആ മിക്സ് നന്നായിട്ട് മൊത്തത്തിൽ വാരി തൂത്ത് വിറക്കി നമുക്ക് ആ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താൽ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പം ആ പച്ചമണമൊക്കെ മാറും. അതിനുശേഷം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ മിക്സ് ചെയ്യുക. അതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി നമുക്കത് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് 2 തൊട്ട് 5 മിനിറ്റ് വരെ മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി പകുതി വേവായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇത് നമുക്ക് ബാച്ചിലേഴ്സിനും പെട്ടെന്ന് ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ കൂടെയുള്ള പലർക്കും ചോദിച്ചപ്പം ഇങ്ങനൊരു തോരനെക്കുറിച്ച് അറിയത്ത് പോലുമില്ല. അതുകൊണ്ടാണ് എൻ്റെ ഈ അറിവ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അത് ഫ്രൈ പാനിലിട്ട് നന്നായിട്ട് ഇളക്കി കളറൊക്കെ ചേഞ്ച് ആകുന്നിടം വരെ വയ്ക്കുക. ഇപ്പം കണ്ടോ, നല്ല ഒരു അടാറ് കളറായിട്ടില്ലേ? അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പച്ചത്തേങ്ങ ഇടുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇടുമ്പോഴത്തേക്കിന്. ഞാൻ അങ്ങനെ പച്ചത്തേങ്ങയും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ മക്കളെ. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട്. റെഡി ടു